കലിയുഗത്തിന്റെ അവസാന നാളുകളിൽ ലോകം പുകയുടെയും പൊടിയുടെയും പിടിയിൽ അമർന്നിരിക്കുകയായിരുന്നു. ആകാശത്തിന് നീലനിറം നഷ്ടപ്പെട്ട് എല്ലായിടത്തും ചാരനിറം മാത്രം ബാക്കിയായി. സത്യവും ധർമ്മവും മറന്ന മനുഷ്യർ അത്യാഗ്രഹത്തിന്റെയും ക്രൂരതയുടെയും അടിമകളായി മാറി. കലിയെന്ന അസുരരാജാവ് ഭയം കൊണ്ടും നുണകൾ കൊണ്ടും ലോകത്തെ അടക്കി വാണു. എന്നാൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മനുഷ്യനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ശംഭാല എന്ന പുണ്യഭൂമിയിൽ യുവരക്തമായ കൽക്കി തന്റെ ഗുരുവായ സാക്ഷാൽ പരശുരാമനൊപ്പം ലോകത്തിന്റെ ഈ മാറ്റങ്ങളെ ഉറ്റുനോക്കുകയായിരുന്നു. നിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു വിഷ്ണുയശസ്സേ, പരശുരാമൻ ശാന്തമായി പറഞ്ഞു. താഴെ ലോകത്തിന്റെ നിലവിളി കേട്ട് അസ്വസ്ഥനായ കൽക്കിയോട് ഗുരു ഉപദേശിച്ചു. നീ വെറുമൊരു പോരാളിയല്ല, നീയാണ് ഉദയം. ഒരു പോരാളി കൊല്ലാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു, എന്നാൽ അവതാരം യുദ്ധം ചെയ്യുന്നത് ലോകത്തെ സുഖപ്പെടുത്താനാണ്. നിന്റെ വാൾ അവരുടെ ശരീരത്തെയല്ല, അവരുടെ അജ്ഞതയെയാണ് ഇല്ലാതാക്കേണ്ടത്. ആ വാക്കുകൾ കൽക്കിയുടെ ഉള്ളിൽ ഒരു പുതിയ തിരിച്ചറിവ് നൽകി. അമാവാസി രാത്രിയിൽ കലിയുടെ ഇരുണ്ട സൈന്യം ശംഭാലയെ വളഞ്ഞപ്പോൾ സമയം സമാഗതമായി എന്ന് കൽക്കി തിരിച്ചറിഞ്ഞു. അവൻ തന്റെ കണ്ണുകൾ അടച്ചു. പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ സ്പന്ദനമായ ഓംകാരം ഉള്ളിൽ ആവാഹിച്ചു. പെട്ടെന്ന് ആകാശം പിളർന്നു. ഇടിമുഴക്കത്തോടൊപ്പം ഒരു വെളുത്ത കുതിര മിന്നൽപ്പിണർ പോലെ അവിടെ പ്രത്യക്ഷപ്പെട്ടു ദേവദത്തൻ. കൽക്കിയുടെ കയ്യിൽ നക്ഷത്രങ്ങളുടെ വെളിച്ചം കൊണ്ട് നിർമ്മിച്ച നന്ദകം എന്ന ദിവ്യവാൾ തെളിഞ്ഞു വന്നു. ദേവദത്തന്റെ പുറത്തേറി അവൻ മലയിറങ്ങി. അതൊരു യുദ്ധമായിരുന്നില്ല, ഒരു ശുദ്ധീകരണമായിരുന്നു. കലിയുടെ സൈന്യം കൽക്കിക്ക് നേരെ പാഞ്ഞെടുത്തു. എന്നാൽ കൽക്കി നന്ദകം ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിൽ നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം പുറപ്പെട്ടു. ആ പ്രകാശം സൈനികരുടെ ശരീരത്തിലല്ല, അവരുടെ മനസ്സിലാണ് കൊണ്ടത്. ആ നിമിഷം അവരുടെ ഉള്ളിലെ ക്രൂരത മാറി. അവർ ആയുധങ്ങൾ താഴെയിട്ടു. ശത്രുത മാറി. അവർ പരസ്പരം സഹോദരങ്ങളെ പോലെ നോക്കാൻ തുടങ്ങി. ഇതുകണ്ട് ഗർജിച്ച കലിയോട്, നീ മനുഷ്യന്റെ സ്വഭാവമല്ല, വെറുമൊരു ദുസ്വപ്നം മാത്രമാണ് എന്ന് പറഞ്ഞ് കൽക്കി തന്റെ വാൾ താഴ്ത്തി. ആ പ്രകാശം കലിയുടെ ഇരുണ്ട രൂപത്തെ കീറിമുറിച്ചു. കറുത്ത പുക അലിഞ്ഞില്ലാതായി. യുദ്ധം അവസാനിച്ചു. ആകാശം തെളിഞ്ഞു. സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. നഗരങ്ങളിലെ പുക മാറി തെളിനീർ ഒഴുകാൻ തുടങ്ങി. തന്റെ ദൗത്യം പൂർത്തിയാക്കിയ കൽക്കി ഭരിക്കാനോ ആരാധിക്കപ്പെടാനോ നിൽക്കാതെ മേഘങ്ങൾക്കിടയിലേക്ക് ആ വെളുത്ത കുതിരയുമായി മറഞ്ഞു. ലോകത്തിന്റെ ജനാലയിൽ ഉണ്ടായിരുന്ന പൊടി തുടച്ചു മാറ്റുക മാത്രമാണ് അവൻ ചെയ്തത്. അങ്ങനെ സത്യയുഗം ആരംഭിച്ചു. മാന്ത്രികത കൊണ്ടല്ല, മറിച്ച് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നോക്കുമ്പോൾ അവനിൽ ഒരു ശത്രുവിനെയല്ല, സ്വന്തം പ്രതിരൂപത്തെ തന്നെ കണ്ടു തുടങ്ങി എന്ന ലളിതമായ മാറ്റത്തിലൂടെ. We have so many interesting stories and creations coming up. Don't forget to leave a like and make sure you subscribe down below.